ഈ കഴിഞ്ഞ പോയൊരു ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള 6 വിദേശ താരങ്ങളിൽ പല താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും പലർക്കും ആ ഒരു ലെവലിലേക്ക് പോലും എത്താത്ത താരങ്ങളും ഉണ്ട് എന്ന് എടുത്ത് പറയേണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് കഴിഞ്ഞ 11 സീസണായിട്ട് ഒരു ട്രോഫി പോലും നേടാത്ത, അതായത് ഒരു മേജർ ടൂർണമെൻറ്റിൽ പോലും ഒരു ട്രോഫി പോലും നേടാത്ത ഏക ISL ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേത്. അത് ഡുറൻ കപ്പാണെങ്കിലും സൂപ്പർ കപ്പാണെങ്കിലും ISL ലീഗോ കപ്പോ എന്തുമായിക്കോട്ടെ ഒരു ട്രോഫി പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിയിട്ടില്ല എന്നെടുത്ത് പറയേണ്ടതാണ്. സോ അതിനാൽ തന്നെ വരാൻ പോകുന്ന ISLൻ്റെ 12ാം സീസണിന് മുന്നോടി തന്നെ പല മാറ്റങ്ങളും ടീമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്, എസ്പെഷ്യലി ഫോറിൻ താരങ്ങളുടെ കാര്യത്തിൽ. അത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ പോലൊരു സീസണിൻ്റെ താരങ്ങളുടെ പ്രകടനം അടിസ്ഥാനത്തിലും പല ഇന്ത്യൻ താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുവാനായിട്ട് സാധ്യതയില്ല എന്ന് എടുത്ത് പറയേണ്ടതാണ്. സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞു പോയ ISL സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 6 വിദേശ താരങ്ങളായിരുന്നു ബൂട്ടണിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ 6 വിദേശ താരങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിലോസ് വെൻസിച്ചിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം തന്നെ പറയാം. കാരണം ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തുടരുമോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ISLൻ്റെ 12ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു താരം തുടരുമോ എന്ന തരത്തിൽ ഒരു ആരാധകർ തുടരണ്ട എന്നും പറയുന്നുണ്ട്. സോ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്ന് പല ആരാധകർക്കും സംശയമുണ്ട്. സോ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മോശം പ്രകടനത്തിൽ കോച്ചാണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും അസംതൃപ്തി നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ട്. ആരാധകരിൽ പലരും ഇത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ ഇദ്ദേഹം വരാൻ പോകുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുവാനായിട്ടുള്ള സാധ്യതകൾ ഒട്ടുമേ ഇല്ല എന്നെടുത്ത് പറയേണ്ടതാണ്. സോ അടുത്തൊരു താരം എന്ന് പറയുന്നത് ഡുസാൻ ലെഗാട്ടറാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അലക്സാണ്ടർ കോയിഫിന് പകരമായിട്ട് സീസണിൻ്റെ പകുതിയിൽ കൊണ്ടുവന്ന താരമാണ് ഇദ്ദേഹം. ഡുസാൻ ലെഗാട്ടർ എന്ന് പറയുന്ന താരം, ഇദ്ദേഹത്തിന് ഒരു വർഷം കൂടി കരാറുണ്ട് നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം തുടരുമോ എന്നൊരു കാര്യം സംശയമാണ്. കാരണം ഇദ്ദേഹത്തിന് ചില മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഡിഫൻസിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഇദ്ദേഹം എസ്പെഷ്യലി ഒരു DM പൊസിഷനിൽ കളിക്കുന്ന ഒരു താരമാണ്. ഇദ്ദേഹത്തെ ഒരു ഡിഫെൻസീവ് റോളിൽ കളിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയായിട്ട് മികച്ച പഠനം കാഴ്ചവെക്കാണ്ട് സാധിക്കാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. സോ അതിനാൽ തന്നെ ഇദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമോ എന്നൊരു കാര്യം സംശയകരമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അടുത്തൊരു താരമെന്ന് പറയുന്നത് നോഹ സദോയിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കഴിഞ്ഞ പോയ ISL സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നൽകിയ താരങ്ങളിൽ ഒരാൾ ഇദ്ദേഹമാണ്. അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞൊരു സീസണിലെ ഏറ്റവും മികച്ച താരം എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ നടത്തിയ ഏറ്റവും മികച്ച സൈനിങ്ങും നോഹ സദോയുടെയാണെന്ന് എടുത്ത് പറയേണ്ടതാണ്. സോ ഇദ്ദേഹത്തെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ നിലനിർത്തത്തില്ല. ഇദ്ദേഹത്തിന് പല മറ്റ് ISL ക്ലബ്ബുകളിൽ നിന്നും ഓഫറുണ്ട്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയേക്കും എന്ന തരത്തിലൊക്കെ ഒരുപാട് റൂമർ ഉണ്ടായിരുന്നെങ്കിൽ പോലും നോഹ സദോയി തന്നെ ഈ ഒരു കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു വർഷം കൂടി ഇവിടെ കരാറുണ്ട്. സോ അതിനാൽ തന്നെ ഇദ്ദേഹം തുടരുമെന്ന തരത്തിലൊക്കെ തന്നെ അപ്ഡേറ്റ് വന്നതിനാൽ തന്നെ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുവാനായിട്ടുള്ള സാധ്യതകളും വളരെയധികമുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ഫോറിൻ താരം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ പോയ ISL സീസണിൽ ഡിമിട്രിയോസ് ഡൈമൻറ്റക്കോസിന് പകരം ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിമിനസ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച പഠനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അദ്ദേഹം സബ്ബായി വന്നത്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് അദ്ദേഹം ഗോളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എങ്കിൽ പോലും ഇദ്ദേഹത്തിന് കഴിഞ്ഞു പോയ ഒരു സൂപ്പർ കപ്പിൽ അത്രയാണ് തിളങ്ങുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ കോച്ചിൻ്റെ അസംതൃപ്തിയൊക്കെ തന്നെ ഇദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ കോച്ച് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ ഡിസപ്പോയിൻ്റ് ആയതിനാൽ തന്നെ കോച്ചിൻ്റെ തീരുമാനപ്രകാരം മാത്രമേ ഇനി മാനേജ്മെൻറ്റ് ഒരു ഡിസിഷൻ എടുക്കുകയുള്ളായിരിക്കും. ഇദ്ദേഹത്തിന് ഒരു വർഷം കൂടി കരാറുണ്ട് നമുക്കറിയാണ്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും കോച്ചിന് ഡിസപ്പോയിൻറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിഷനിൽ ഇദ്ദേഹത്തെ പുറത്താക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. സോ എന്തൊക്കെയായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം സംശയത്തിൽ തന്നെയാണ് ഉള്ളത്. സോ മറ്റൊരു താരം എന്ന് പറയുന്നത് ക്വാമെ പെപ്രയാണ്. നമുക്കെല്ലാവർക്കും അറിയാം സെർജിയോ കാസൽ എന്ന് പറയുന്ന ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ഒരു സ്പാനിഷ് സ്ട്രൈക്കറാണ് എന്നിങ്ങനെ തരത്തിൽ ഒരുപാട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പ്രചരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ക്വാമെ പെപ്രയ്ക്ക് പകരക്കാരനായിട്ടാണ് ഇദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് പോകുന്നത് എന്നിങ്ങനെയായിരുന്നു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷേ ഇദ്ദേഹത്തെ, അതായത് ക്വാമെ പെപ്രയെ നിലനിർത്തുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് എന്ന് തന്നെ പറയണം. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ടായിരിക്കും സെർജിയോ കാസലിനെ ബ്ലാസ്റ്റേഴ്സ് നോട്ടം വിട്ടതെന്നും
നമുക്കറിയാണ്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും കാമി പേപ്പർ അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളിൽ പല മത്സരങ്ങളിലും മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. പല മത്സരങ്ങളിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊക്കെ വന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകളൊക്കെ തന്നെ ഇദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച താരം തന്നെയാണ് ഇദ്ദേഹം. എങ്കിൽ പോലും ഇദ്ദേഹത്തെക്കാൾ മികച്ച ഒരു ഓപ്ഷനെ തേടിയായിരിക്കാം ബ്ലാസ്റ്റേഴ്സ് സെർജിയോ കാസ്റ്റൽ എന്ന് പറയുന്ന സ്പാനിഷ് താരത്തെ, അതായത് ഐസിൽ തന്നെ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി അദ്ദേഹം ബൂട്ടണിഞ്ഞിട്ടുണ്ട്. സോ എന്നാൽ തന്നെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ടീമിലെത്തിക്കുന്നത്. അതായത് സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് ഒരു റൂമർ അടിസ്ഥാനത്തിൽ കേട്ടുവരുന്നൊരു വാർത്ത എന്ന് പറയുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ ഫോറിൻ താരം എന്ന് പറയുന്നത് മറ്റാരുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണയാണ്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുവാനായിട്ട് ഒരു 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ക്യാപ്റ്റനാണ് ഇദ്ദേഹം എന്ന് എടുത്ത് പറയേണ്ടതാണ്. സോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇദ്ദേഹത്തെ, അതായത് കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം പരിക്ക് മാറിയായിരുന്നു ടീമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഒരു പ്ലേ മേക്കർ എന്ന റോളിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഏറ്റവും മികച്ച പാസിങ്ങും അതുപോലെ തന്നെ ഗെയിമിംഗ് സ്റ്റൈൽ അദ്ദേഹം കഴിഞ്ഞു പോയൊരു സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫോർമാറ്റിലല്ല അദ്ദേഹം അതിൻ്റെ മുമ്പുള്ള സീസണിൽ കളിച്ചതെന്ന് വ്യക്തമാണ്. അദ്ദേഹം കുറച്ചും കൂടി ഹോൾഡ് ചെയ്യുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കുറച്ചും കൂടി ഹോൾഡിങ് പ്ലേയിങ് ഫുട്ബോൾ ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെയാണ് അദ്ദേഹത്തിന് ഒരുപാട് ഗോളുകൾ അതായത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കാതെ പോയത്. അദ്ദേഹം ഗോളുകൾ കഴിഞ്ഞ സീസണിൽ നേടിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിനാൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഗോളുകൾ നേടുവാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും അദ്ദേഹത്തിന് 6 അസിസ്റ്റുകൾ നൽകുവാനായിട്ട്, കേരള ബ്ലാസ്റ്റേഴ്സിൽ 6 അസിസ്റ്റുകൾ നൽകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സോ അദ്ദേഹം ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരണമെന്ന് തന്നെയാണ് പല ആരാധകരും പറയുന്നത്. എന്നാൽ പോലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരത്തില്ല എന്ന തരത്തിലും റൂമറുകളുണ്ട്. എന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആഗ്രഹം പ്രകാരം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ പോലും പല മാറ്റങ്ങളും ടീമിൽ വന്നേക്കാം. പല ഫോറിൻ താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയേക്കാം. ഇതൊക്കെ വന്നാലും കണ്ടു തന്നെ അറിയേണ്ടതാണ് വരാൻ പോകുന്ന ട്രാൻസ്ഫർ വിൻഡോ എന്നാണോ ഓപ്പൺ ചെയ്യുന്നത്. അതായത് വരാൻ പോകുന്ന മാസങ്ങളിൽ ജൂൺ മാസത്തിലായിരിക്കും, ജൂലൈ മാസങ്ങളിലായിരിക്കാം ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നത്. സോ ആ സമയത്ത് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ തന്നെ പുറത്തേക്ക് വരുന്നതായിരിക്കും. ആരൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നും ആരൊക്കെ തുടരത്തില്ല എന്ന തരത്തിലുമൊക്കെ തന്നെ.